നമസ്കാരം, ഞാൻ മനീഷ് വാര്യർ. നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാശിഫലം നമ്മൾ പറയുന്നത് ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഓരോ ആഴ്ചയിലും ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ചില മാറ്റങ്ങളെയാണ് പറയുന്നത്. അത് ഓരോ ജാതകർക്കും അവരുടെ ഗ്രഹനില അനുസരിച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും അനുഭവപ്പെടുക. അത് ഓരോ ആഴ്ചയിലും പല ഒരേ നക്ഷത്രക്കാർക്ക് തന്നെ 2-3 തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അവരുടെ ഗ്രഹനിലയിൽ ഉണ്ടാകാവുന്ന നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്വാധീനം മൂലമാണ് അത് സംഭവിക്കുന്നത്. അപ്പം മാർച്ച് മാസം 2ാം വാരത്തിലെ ഫലങ്ങളാണ് നമ്മളിപ്പോൾ വിശകലനം ചെയ്യുന്നത്. മേടക്കൂർ. മേടം അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം ചേർന്ന നക്ഷത്രങ്ങൾ ചേർന്നാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഈ ആഴ്ച മേടരാശിക്കാർക്ക് പറയുന്നുണ്ട്. പലതരത്തിലുള്ള മാനസിക സംക്ലേശങ്ങളാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പലരുമായിട്ടുണ്ടാകാവുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതുമൂലം അത് നമ്മളിലുണ്ടാക്കാവുന്ന കുറച്ച് സങ്കടങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളുമാണ് വരുന്നത്. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ബിസിനസ്സുകാർക്കാണ്. ബിസിനസ് ചെയ്യുന്ന ഭരണി നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ സംഭവിക്കാനുള്ള ഒരു വഴി ഈ ആഴ്ച തുറന്നു കൊടുക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിട്ടുള്ള പല നേട്ടങ്ങളുടെയും അല്ലെങ്കിൽ നഷ്ടങ്ങളുടെയും ഒരു തുടർച്ചയായിട്ട് നമുക്ക് ഈ ആഴ്ച പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നമ്മൾ തേടി വരുന്നതാണ്. കാർത്തികയുടെ ആദ്യ പാദത്തിലുള്ള ആൾക്കാർക്കും ദോഷമായിരിക്കില്ല. പക്ഷേ അശ്വതി നക്ഷത്രക്കാർക്ക് കുറച്ച് ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അവർക്ക് അവരുടേതായ സ്ത്രീ സംബന്ധമായ കുറച്ച് രോഗങ്ങൾ അവരെ അലട്ടുകയും അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണ്, ഒരാഴ്ച കൂടിയാണ് ഇതാഴ്ച. കുട്ടികൾക്കാണെങ്കിലും അവർക്ക് കുറച്ച് നേട്ടങ്ങളുള്ള ആഴ്ചയാണ്. പലതരത്തിലുള്ള വിദ്യാപരമായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാവുകയും അത് നല്ല രീതിയിലുള്ള പരീക്ഷകൾ എടുക്കാനും പറ്റുന്ന ഒരവസ്ഥയാണ്. മംഗളകാര്യങ്ങൾ തേടുന്ന ആൾക്കാർക്കും മോശപ്പെട്ട ഒരു ആഴ്ചയല്ല. പലതരത്തിലുള്ള സന്തോഷകരമായ വർത്തമാനങ്ങൾ കുടുംബത്തിലുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. നമ്മളെല്ലാവർക്കും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതിൽ നിന്ന് തരണം ചെയ്യാനുമായി യഥാശക്തി ഈശ്വരഭജനം നടത്തി മനസ്സിന് ശക്തി വരുത്തേണ്ടതാണ്. ഇടവക്കൂർ. കാർത്തിക 3/4 പാദവും രോഹിണി മകീരത്തിൻ്റെ ആദ്യ അരപാദവും ചേർന്നതാണ് ഇടവക്കൂർ. ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ആഴ്ചയായിട്ടാണ് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ചും ഈ നാക്കുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, കൺസൾട്ടിങ് ബിസിനസ് അല്ലെങ്കിൽ വക്കീലന്മാർ, ഇവർക്കൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ സംസാര രീതി കൊണ്ട് ഉണ്ടാകാവുന്ന കുറച്ച് നഷ്ടങ്ങൾ നമ്മൾ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ കാർത്തികയുടെ അവസാന പാദത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അപകടങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് വീണ് മുറിവ് ഒടിവുകൾ ഉണ്ടാവുക, ആശുപത്രിവാസം എന്നാണ് പറയേണ്ടത്. അത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കുട്ടികൾക്ക് മോശപ്പെട്ട ഒരാഴ്ചയല്ല. അവർക്ക് വിദ്യാഭ്യാസപരമായി നേട്ടങ്ങൾ ഉണ്ടാവുകയും അതേപോലെ ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടം കിട്ടുന്ന ഒരു കാലം കൂടിയാണ്. ആ മകീരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കുകയും അതോടൊപ്പം തന്നെ പഴയ ജോലിയിൽ നിന്ന് സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാവുകയും അവരാഗ്രഹിച്ച രീതിയിലുള്ള പല കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലം കൂടിയായിട്ടാണ് നമുക്ക് ഈ ആഴ്ച ഇടവക്കൂറുകാർക്ക് പറയേണ്ടത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും രോഹിണി നക്ഷത്രത്തിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടുകാരുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും സംസാര രീതികൾ നടത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാധ്യത. അവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സംസാര രീതിയിലുള്ള പ്രശ്നങ്ങളെയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള മനസ്സിന് സമചിത്തത ഉണ്ടാകാനും വളരെയധികം ഭംഗിയായി കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാനും വേണ്ടിയിട്ട് അവർക്ക് മനസ്സിന് ശക്തി കിട്ടാനും നാക്കത്ത് ബുദ്ധി വരാനുമായിട്ട് മനസ്സിന് നിയന്ത്രിക്കേണ്ടതാണ്. അതിനു വേണ്ടുന്ന യഥാശക്തി ഈശ്വരഭജനം നടത്തി ധ്യാനം പോലുള്ള രീതികൾ തുടർന്ന് മനസ്സിന് ശക്തി വരുത്തേണ്ടതാണ്. മിഥുനക്കൂർ. മകീരത്തിൻ്റെ അവസാന അരപാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ കാൽപാദവും ചേർന്നതാണ്
മിഥുനക്കൂറ്. മിഥുന രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നും വളരെയധികം ഭംഗിയോടെ ഇറങ്ങിപ്പോകാൻ സാധിക്കുന്നതാണ്. അവർ ഉദ്ദേശിച്ച പല കാര്യങ്ങളെയും ആദ്യം തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പിന്നീട് അത് അവർക്ക് അനുകൂലമായി വരികയും അതിൽ അവർക്കൊരു വിജയം കിട്ടുകയും ചെയ്യുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കഷ്ടങ്ങളുണ്ട്. വാഹനം അശ്രദ്ധ മൂലം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയും അപകടങ്ങൾ ഉണ്ടാവുകയും അതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അത് ആശുപത്രിവാസവും അതുമൂലം ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യതയും അതിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മിഥുന രാശിക്കാർക്ക് കർക്കിടകക്കൂറ്. പുണർത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് നമുക്ക് പറയേണ്ടത്. ഗുണങ്ങൾ അധികം ഉണ്ടായില്ലെങ്കിലും ദോഷങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. പലതരത്തിലുള്ള മാനസിക സന്തോഷങ്ങൾ ലഭിക്കുകയും ഉദ്ദേശിക്കുന്ന ഏർപ്പെടുന്ന കാര്യങ്ങൾ നടക്കും എന്നൊരു പ്രതീക്ഷ വരുന്ന ഒരു ആഴ്ചയാണ്. പലതരത്തിലുള്ള മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നേട്ടങ്ങളോ അല്ലെങ്കിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനുള്ള ഒരു കാലം കൂടിയാണ്, ഒരാഴ്ച കൂടിയായിട്ടാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ നമുക്ക് മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടം മുഖേന പലതരത്തിലുള്ള സങ്കടങ്ങൾ വന്ന് ഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ അമിതമായി ആഗ്രഹിക്കുകയും ആ ആഗ്രഹം നടക്കാതെ വരികയും ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും നമ്മൾ നടക്കുമ്പോഴും കർക്കിടക രാശിക്കാർ ഈ ആഴ്ച കാര്യങ്ങളെ സമീപിക്കാൻ. അത് സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ സമ്പത്ത് ഒരാൾക്ക് കൊടുത്ത് സഹായിച്ചാൽ ചിലപ്പോൾ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ബിസിനസ്സുകൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുകയും ആ മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഗുണങ്ങൾ വരാതിരിക്കാനുള്ള ഒരു കാലം കൂടിയാണ് ഈ ആഴ്ച. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർക്കിടക രാശിക്കാർ വളരെയധികം ശ്രദ്ധയോടെ വേണം തൻ്റെ പേഴ്സണൽ ജീവിതത്തിലും കരിയർ ലൈഫിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ സങ്കടപ്പെടാതെ അല്ലെങ്കിൽ പേടിക്കാതെ കാര്യങ്ങളെ യഥാശക്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷത്തോടെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോൾ ഇതിന് മനസ്സിന് ശക്തി കിട്ടാനും അല്ലെങ്കിൽ കൂടുതൽ സമാധാനം ഉണ്ടാകാനുമായിട്ട് യഥാശക്തി ഈശ്വരഭജനം നടത്തുകയും അതോടൊപ്പം തന്നെ നമ്മൾ ധ്യാനം പോലുള്ള ക്രിയകൾ പരിശീലിച്ച് മനസ്സിന് യഥാശക്തി വരുത്തേണ്ടതാണ്. ചിങ്ങക്കൂറ്. മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യപാദവും ചേർന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് സന്തോഷകരമായ ഒരാഴ്ചയാണ്. പ്രത്യേകിച്ച് പൂര നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് അവർ ഇടപെടുന്ന പല കാര്യങ്ങളിലുള്ള വിജയങ്ങൾ വരിക്കാൻ സാധിക്കുക. മത്സര പരീക്ഷകളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നേരിടുന്ന പലതരത്തിലുള്ള പരീക്ഷകളാണെങ്കിലും എല്ലാത്തിലും വളരെയധികം നല്ല രീതിയിലൊരു വിജയം കാഴ്ചവെക്കാനും ആ വിജയത്തിലൂടെ അവർക്ക് മുന്നോട്ട് വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു ആദ്യത്തെ അവസരം അല്ലെങ്കിൽ ആദ്യത്തെ പടി കടക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു മോശപ്പെട്ട ഒരു ആഴ്ചയായിട്ടല്ല പറയേണ്ടത്. അതുപോലെ തന്നെ ബിസിനസ്സുകാരാണെങ്കിലും അവർക്ക് പുതിയ അവസരങ്ങൾ അവരെ തേടിയെത്തുകയും അവർക്ക് കൂടുതൽ തൻ്റെ ബിസിനസ്സിനെ വിപുലീകരിക്കാൻ സാധിക്കുകയും അതിൽ നിന്നും സാമ്പത്തിക ലാഭവും ഉണ്ടാവുകയും തനിക്ക് തൻ്റേതായ രീതിയിലുള്ള പേഴ്സണലായിട്ടുള്ള സന്തോഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ വരികയും അതിലൂടെ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ടാവുകയും ചെയ്യുന്ന ഒരു ആഴ്ച കൂടിയാണ് ചിങ്ങ രാശിക്കാർക്ക് ഈ ആഴ്ച. പക്ഷേ ഇങ്ങനെ സന്തോഷം കൂടുമ്പോൾ അവർക്ക് ശ്രദ്ധ കുറയുകയും പല കാര്യങ്ങളിൽ അബദ്ധങ്ങൾ ചെന്ന് ചാടുകയും അതുമൂലം ചില മണ്ടത്തരങ്ങൾ പറ്റാനുള്ള ഒരു സാഹചര്യവും കൂടി അവിടെയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തൻ്റെ മനസ്സിനെ വളരെയധികം നിയന്ത്രിച്ച് എല്ലാ കാര്യങ്ങളെയും വ്യക്തതയോടെ നിയന്ത്രിക്കേണ്ടതാണ്. അതിനായി യഥാശക്തി ഈശ്വരഭജനം നടത്തുകയും മനസ്സിന് ശക്തി കൂട്ടാനായി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ മുക്കാപാദവും അത്തവും ചിത്തിരയും ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച്
അത്തം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്കാണ് കുറച്ച് ബുദ്ധിമുട്ട് പറയുന്നത്. അവർ പലതരത്തിലുള്ള അപകടങ്ങളിൽ പെടുക, അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് പറയേണ്ടത്. അപകടം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയുള്ള ആശുപത്രിവാസങ്ങൾ, അതിലൂടെയുള്ള സാമ്പത്തിക ബാധ്യതകൾ, പിന്നെ അതോടൊപ്പം തന്നെ വഴക്ക് കൂടാനൊരു സാധ്യതയും അവിടെ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിലും ആൾക്കാരുമായി സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരോട് നമ്മൾ പ്രതികരിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ പ്രതികരണങ്ങൾ പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് എത്താനോട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കന്നിരാശിക്കാർ ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് നമ്മളിത് പറയുന്നത്. കുട്ടികൾ സുഹൃത്തുക്കളുമായി അടിപിടി ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, അതുമൂലം പേരൻസിനുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് അവിടെ എടുത്തു പറയേണ്ടതാണ്. വളരെയധികം ശ്രദ്ധിച്ച് അവരെ കൊണ്ടുവരണം. അപ്പോൾ കുട്ടികളെ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഈ ആഴ്ച കന്നിരാശിയിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കാനായിട്ട്. ചിത്ര നക്ഷത്രത്തിലുള്ള ആൾക്കാർക്കും കുറച്ച് രോഗപീഠ പറയുന്നുണ്ട്. ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. പൊതുവേ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ മനക്ലേശങ്ങളുണ്ടായി നമുക്കൊരു സങ്കടകരമായ ഒരു ആഴ്ച ഉണ്ടാകാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാനായി യഥാശക്തി ക്ഷേത്ര ദർശനവും അല്ലെങ്കിൽ ഈശ്വരവിശ്വാസത്തോടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് തൻ്റെ ദേഷ്യത്തെയും ആഗ്രഹത്തെയും നിയന്ത്രിക്കേണ്ടതാണ്. തുലാക്കൂറ് ചിത്തിര അരപ്പാദവും ചോതി വിശാഖം മുക്കാപാദവും ചേർന്നതാണ് തുലാക്കൂറ്. തുലരാശിക്കാർക്ക് ഈ ആഴ്ച സങ്കടകരമായ ഒരു കാലമായിട്ടാണ് നമ്മൾ പറയുന്നത്. പലതരത്തിലുള്ള മാനസിക സംക്ലേശങ്ങളാണ് പറയേണ്ടത്. അതായത് താൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് നടക്കാതെ വരിക, അതുമൂലം ഉണ്ടാകാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടാണ് പറയുന്നത്. ഇങ്ങനെയുണ്ടെങ്കിൽ തന്നെയും ബിസിനസ്സുകാർക്ക് കുറച്ച് ഗുണമാണ്. സാമ്പത്തികപരമായി ഉന്നതി ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് പല കാര്യങ്ങളും ചെയ്യുമ്പോഴും പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ നമ്മൾ ആലോചിച്ച് സാഹചര്യത്തിനൊത്തു വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട്. അതിലൂടെ നമുക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയാനും വരാൻ പോകുന്ന പല ക്ലേശങ്ങളെ മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമുണ്ട്. ദാമ്പത്യ ജീവിതത്തിലുണ്ടാകാവുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ദമ്പതികളായിട്ടുള്ള ജാതകർ വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ ആഴ്ച കാര്യങ്ങൾ കൊണ്ടുപോകാൻ. തുലരാശിയിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ. കാരണം വിവാഹ പങ്കാളിയുമായി പ്രശ്നങ്ങളുണ്ടാവുകയും കുടുംബത്ത് അച്ഛനമ്മയുമായി വഴക്കുണ്ടാവുകയും അല്ലെങ്കിൽ അവരുമായുള്ള ഒരു ബന്ധങ്ങൾ വളരെയധികം മോശപ്പെടുന്ന ഒരു അവസരങ്ങൾ ഉണ്ടാകാനൊരു സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അതിനെ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇതിനായി യഥാശക്തി ഈശ്വരഭജനം നടത്തി നമ്മുടെ മനസ്സിന് ശാന്തത വരുത്തേണ്ടതാണ്. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് പറയുന്നത്. ഗുണങ്ങൾ അധികമൊന്നും ഉണ്ടായില്ലെങ്കിലും ദോഷങ്ങൾ കുറവായിരിക്കും. ഇത് കഴിഞ്ഞ കാലങ്ങളായി പോകുന്ന അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂറ്റി ചെയ്ത് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് നമുക്കൊരു പുതിയ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വലിയ ദുരിതങ്ങളിൽ പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ചെറുപ്പക്കാരായ ആൾക്കാർക്ക് നമ്മൾ ജോലിപരമായിട്ടും അല്ലെങ്കിൽ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ആ രീതിയിലുള്ള കുറച്ച് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നുപെടുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെയുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ച് താൻ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിന് അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആകാതെ പേടി കൂടാതെ കാര്യങ്ങൾ നന്നായി ചെയ്യുവാണെങ്കിൽ അവർക്ക് അതിൽ ഒരു നല്ല വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികപരമായി പൊതുവെ വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷേ എന്നിരുന്നാലും ശ്രദ്ധയോടെ വേണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഈ രാശിക്കാർ ഈ ആഴ്ച കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. മണ്ടത്തരങ്ങൾ പറ്റാനൊരു സാഹചര്യമുണ്ട്. അപ്പോൾ തൻ്റെ മനസ്സിന് ശക്തി കിട്ടാനും ശാന്തി വരാനുമായിട്ട് യഥാശക്തി ഈശ്വരനെ ഭജിച്ച് ധ്യാനം പോലുള്ള ക്രിയകൾ ചെയ്ത് മനസ്സിന് ശക്തി വരുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നാണ് ധനുക്കൂറ്. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച
കുറച്ച് സന്തോഷകരമായ കാലമാണ്. കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ അതേ സാഹചര്യം ഈ ആഴ്ചയും പിന്തുടരുന്നതാണ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും മംഗളകാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അവർക്ക് പക്ഷെ എന്നിരുന്നാലും ഈ സന്തോഷകരമായ കാര്യങ്ങളുള്ളതുകൊണ്ട് അശ്രദ്ധ ഉണ്ടാകാനൊരു സാധ്യത അവിടെയുണ്ട്. അതുമൂലം നമ്മൾ ചില അബദ്ധങ്ങളിൽ ചെന്ന് പെടുകയും അതുമൂലം ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യുന്നതാണ്. ആരോഗ്യപരമായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്തമമാണ്. പൊതുവെ സന്തോഷകരമായൊരു ആഴ്ചയായിട്ടാണ് ധനുരാശിക്കാർക്ക് ഈ ആഴ്ച പറയേണ്ടത്, പ്രത്യേകിച്ച് ഉത്തരാട നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ യഥാശക്തി ഈശ്വര ഭജനത്തിലൂടെ തൻ്റെ മനസ്സിന് ശക്തി വരുത്തേണ്ടതാണ്. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ മുക്കാൽ പാദവും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ കാൽപാദവും ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ക്ലേശങ്ങൾ കുറച്ച് കുറവായിരിക്കും. അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ നടത്തിയെടുക്കാനുള്ള ആദ്യപടി എന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്പോൾ അതിനെ വളരെയധികം ശ്രദ്ധയോടെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള നാളുകളിൽ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചൊരു വലിയ രീതിയിലുള്ളൊരു ദോഷങ്ങൾ നമ്മൾ പറയുന്നില്ല. പക്ഷേ എങ്കിലും വളരെയധികം ശ്രദ്ധിച്ചു പോകണം. പ്രത്യേകിച്ച് ദമ്പതികളിൽ ആർക്കാണ് നമ്മളൊരു ചെറിയ അസ്വസ്ഥത പറയുന്നത്, കുടുംബ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചെറിയ വഴക്കുകൾ മൂലമുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, അവരുടേതായ ഒരു ഗർഭം മുഖേന ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ പറയേണ്ടത്. ദമ്പതികൾ അത് അവർ ശ്രദ്ധിക്കേണ്ടതാണ്. മകരരാശിക്കാർ ഈ ആഴ്ച വളരെയധികം പ്രത്യേകിച്ച് തിരുവോണ നക്ഷത്രക്കാർ അതിനുവേണ്ടി മനസ്സിന് ശാന്തി കിട്ടാനായിട്ട് യഥാശക്തി ഈശ്വരഭജനം നടത്തി മനസ്സിന് സമചിത്തത ഉണ്ടാക്കേണ്ടതാണ്. കുംഭക്കൂറ്. അവിട്ടം അരപ്പാദവും ചതയം പോരിട്ടാതിയുടെ മുക്കാപ്പാദവും ചേർന്നതാണ് കുംഭക്കൂറ്. കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച സന്തോഷകരമായ ആഴ്ചയാണ്. പ്രത്യേകിച്ച് ചതയ നക്ഷത്രക്കാർക്ക് കാലകാലങ്ങളായി തേടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും അവിടെ നടക്കുകയും പ്രത്യേകിച്ച് മംഗളകരമായ കാര്യങ്ങളാണ് പറയേണ്ടത്. വീട് വയ്ക്കാൻ സാധിക്കുക, വിവാഹം നടക്കുക, അല്ലെങ്കിൽ പുതിയ വാഹനം മേടിക്കാൻ സാധിക്കുക, അങ്ങനെയുള്ള കുറച്ചൊരു മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്ന ഒരാഴ്ചയാണ്. അതിൽ ഇവരും നല്ലപോലെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നിട്ട് സന്തോഷം വരുമ്പോൾ ശ്രദ്ധ പോവുകയും അതുമൂലം ഉണ്ടാകാവുന്ന ചില അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊഴിവാക്കാനായി വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. യഥാശക്തി ഈശ്വരഭജനം നടത്തി മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. മീനക്കൂറ്. പൂരിട്ടാതി നക്ഷത്രവും ഉത്രട്ടാതി രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. മീനരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പക്ഷേ കുറച്ച് ദോഷങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളായി നേരിട്ടുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ അവർക്ക് നെഗറ്റീവായി വരികയും അവരുദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുക, അതുമൂലം ഉണ്ടാകാവുന്ന ചില നഷ്ടങ്ങൾ, പ്രത്യേകിച്ച് വസ്തുഭാവമായിട്ടാണ് പറഞ്ഞത്, കേസുള്ളവർക്ക് കേസിൽ നമ്മൾ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരികയോ ചെയ്യുന്ന ഒരവസ്ഥ വരാം. അതുമൂലം ഉണ്ടാകുന്ന ചെറിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നന്നായിട്ടുണ്ട്. കുടുംബജീവിതത്തിലാണെങ്കിലും കുറച്ച് അസ്വസ്ഥതകൾ വരാം. അതുപോലെ തന്നെ ഈ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളുണ്ടായി അത് നിയമത്തിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പ്രശ്നമാണ്. അവർ തമ്മിലുള്ള സെപ്പറേഷൻ നടക്കുന്ന ഒരു ആഴ്ചയായിട്ടാണ് നമ്മൾ പറയാനായിട്ട്. പൊതുവെ കുറച്ച് സങ്കടകരമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും രേവതി നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് സന്തോഷകരമായ കാര്യമാണ്. അവർക്ക് അവരുടെ ചില നേട്ടങ്ങൾ, പ്രത്യേകിച്ച് വിദേശവാസം നടത്തുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർ, വിദേശത്തേക്ക് യാത്രകൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വിദേശത്ത് ജോലി തേടുന്ന ആൾക്കാർ, അവർക്ക് കുറച്ച് സന്തോഷമാണ്. പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം റെഡിയാവുകയും അല്ലെങ്കിൽ അത് റെഡിയാകാനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ഇവരും തൻ്റെ തടസ്സങ്ങളെല്ലാം മാറാനായിട്ടും യഥാശക്തി ഈശ്വരഭജനം നടത്തി കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ അവസാനിക്കുന്നതാണ്. അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.